അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ചിനെ കുറിച്ചാണ്. ഫിഷ് ബോൺ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ മീനിൻ്റെ മുള്ള് കണ്ടിട്ടുണ്ടാവില്ല. ചില മീനിൻ്റെ മുള്ളിനൊക്കെ ഒരു അടുപ്പിച്ചിട്ട് വളരെ നൈസായിട്ടുള്ള മുള്ളുകളൊക്കെ ഉണ്ടാവും. അതേപോലെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ലീഫ് വരച്ചെടുത്തതിന് ശേഷം കണ്ടോ, ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ തൊട്ട് താഴെയായിട്ട് കണ്ടോ അതുപോലെ എന്താ പറയുക, ഒരു സ്റ്റിച്ചിൻ്റെ മീതിയൊക്കെ കയറ്റി അടുത്ത സ്റ്റിച്ച് കൊടുക്കുക. ആ ഒരു ലെവലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇത് 3 സ്റ്റാൻഡ്സിൽ ഇടുമ്പോഴാണ് കുറച്ച് കൂടുതൽ ഭംഗി ഉണ്ടാവുക കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും, എങ്കിലും കൂടുതൽ ഭംഗി 3 സ്റ്റാൻഡ്സിലാണ്. ഇത് ഗ്രീൻ കളറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഫായിട്ടും, അതുപോലെ മറ്റുള്ള കളേഴ്സ് ആണെങ്കിൽ നമുക്ക് ഫ്ലവറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അടുത്തത് സാറ്റിൻ സ്റ്റിച്ചാണ്. സാറ്റിൻ സ്റ്റിച്ചിൽ സ്ട്രെയിറ്റ് സാറ്റിനും അതുപോലെ പാഡഡ് സാറ്റിനുമാണ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്ട്രെയിറ്റ് സാറ്റിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ സ്റ്റിച്ച് ചെയ്യുള്ളൂ. വളരെ അടുപ്പിച്ച് ഗ്യാപ്പില്ലാതെ അടുപ്പിച്ചിട്ട് 3 സ്റ്റാൻഡ്സിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. 3 സ്റ്റാൻഡ്സ് ആണ് കേട്ടോ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. പിന്നെ അടുത്തത് പാഡഡ് സാറ്റിനിൽ ഇതുപോലൊരു പെറ്റൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അടുപ്പിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സാറ്റിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് അടുപ്പിച്ചിട്ട് സാറ്റിൻ സ്റ്റിച്ച് തന്നെ കൊടുക്കുക കേട്ടോ. ഇതാണ് പാഡഡ് സാറ്റിൻ. ഇനി അടുത്തത് സ്ലാൻഡ് സാറ്റിൻ എന്ന് പറഞ്ഞാൽ ചെരിച്ചിട്ട് കണ്ടോ, ഇതേപോലെ ചെരിച്ച് അടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് സ്ലാൻഡ് സാറ്റിൻ കേട്ടോ. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് വീവിങ് സ്റ്റിച്ചാണ്. വീവിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് വീവ് ചെയ്തെടുക്കുക. നമ്മൾ ക്ലോത്തിൽ ടച്ച് ചെയ്യാതെ വീവ് ചെയ്തെടുക്കുന്ന സ്റ്റിച്ചാണ് കേട്ടോ വീവിങ് സ്റ്റിച്ച്. ഇത് ബാസ്ക്കറ്റ് ചെയ്യാനൊക്കെയാണ് കൂടുതലായിട്ട്. ബാസ്ക്കറ്റിൻ്റെ ആ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വീവ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇതുപോലെ ലെങ്ത്തിൽ ലൈൻ വരയ്ക്കുക. അപ്പോൾ എത്ര ലെങ്ത്ത് വേണോ, നമ്മൾ പിക്ചർ എത്ര ലെങ്ത്ത് ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതുപോലെ ലെങ്ത്തിൽ വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം നമ്മൾ വീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ലൈനിലൂടെ നമ്മൾ ഫസ്റ്റത്തെ ത്രെഡിൻ്റെ മുകളിലൂടെ ആണ്, പെൻസിലോട് കാണുന്നില്ല അല്ലേ, ഫസ്റ്റത്തെ ലൈനിൻ്റെ മീതെ കൂടെയാണ് നമ്മൾ ത്രെഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ലൈനിൽ സ്റ്റിച്ചിൻ്റെ താഴെ കൂടെയാണ് ത്രെഡിനെ കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നിൻ്റെ മീതെ ആണെങ്കിൽ അടുത്ത് താഴെ, പിന്നെ മീതെ താഴെ, ആ ഒരു ലെവലിലാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. കാരണം ഞാനിങ്ങനെ പറയുമ്പോൾ കാണാത്തവർക്ക് ഒന്നും മനസ്സിലാവില്ല, കണ്ടവർക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വീവ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് ക്ലോത്തിൽ ടച്ച് ചെയ്യില്ല, ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുത്തില്ല, അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മളിത് വീവ് ചെയ്തെടുക്കുന്നത്. ഇത് ബാസ്ക്കറ്റ് ചെയ്യാനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് റേസ്ഡ് നീഡിൽ വേവ് എന്ന് പറയുന്നതും വീവ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണ്. ഫസ്റ്റ് ഒരു സ്റ്റിച്ച് മാത്രമേ നമ്മൾ ഇതിൽ കൊടുക്കുന്നുള്ളൂ. 12 സ്റ്റാൻഡ്സ് ആണ് കേട്ടോ ഇടുന്നത്. അതായത് 6 സ്റ്റാൻഡ്സ് എടുത്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, അതായത് രണ്ടറ്റവും കൂട്ടി കെട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഡിവൈഡ് ചെയ്തെടുക്കുക. 6 സ്റ്റാൻഡ്സ് ലെഫ്റ്റും റൈറ്റും ആയിട്ട് 6 സ്റ്റാൻഡ്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ 6 സ്റ്റാൻഡ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ വീവ് ചെയ്തെടുക്കുക. ഒരു ത്രെഡിൻ്റെ മീതെ കൂടെ ആണെങ്കിൽ അടുത്ത ത്രെഡിൻ്റെ താഴെയിലൂടെയാണ് ത്രെഡിനെ കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ വീവ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് പെറ്റലായിട്ട് ഫ്ലവറായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇനി അടുത്തത് കടായി കമ്മലാണ് കേട്ടോ പറയാൻ പോകുന്നത്. കടായി കമ്മൽ എന്ന് പറയുന്നതും വീവ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണ്. ഇത് 6 ലൈനാണ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം അടിയിലൊന്ന് വരച്ച് കൊടുക്കാം. ഇത് ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ 2 ലൈന് കുറച്ച് വലുതാക്കിയിട്ട് വരച്ചു കൊടുക്കാം. ലെങ്ത്ത് കൂട്ടിയിട്ടൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. മീതേക്കാണ് ഗ്യാപ്പ് കുറച്ച് കൂടുതലിട്ടിട്ട് താഴ്ഭാഗത്തേക്ക് കുറച്ച് ഗ്യാപ്പ് കുറച്ചിട്ട് കൊടുക്കുക. ഇനി വരയ്ക്കുന്ന ലൈന് ആദ്യത്തെ ലൈനേക്കാളും തൊട്ട് താഴെയായിട്ട് കണ്ടോ ഇത്രയും ഡിസ്റ്റൻസിൽ കൊടുക്കുക. അപ്പോൾ അതിന് നേരെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ വരച്ചു കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് അടിഭാഗമാണ് കേട്ടോ. അടിഭാഗം വളരെ കുറച്ച് ഗ്യാപ്പേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അടുത്ത ലൈൻ വരച്ചു കൊടുക്കുന്നത്. കണ്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സെയിം ലെങ്ത്തിൽ തന്നെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇതിന് വീവ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊരു പെറ്റലാണ്. ഇതുപോലെ 3-4 പെറ്റൽ കൊടുത്തിട്ട് നിങ്ങൾക്കൊരു ഫ്ലവറായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.